ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മനഃപൂർവ്വമായി ഓരോ ദിവസവും കുത്തിത്തിരിപ്പുണ്ടാക്കി മാധ്യമങ്ങളിൽ വാർത്ത വരുത്തുക, എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചരണം നടത്തുക. ഇതൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് സാധാരണ കോൺഗ്രസിൽ ഇതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ അടുത്ത ഘട്ടം ഇപ്പം ഞങ്ങൾ UDFന്റെ ജനകീയ സദസ്സ് ഈ പദ്ധതിയിലെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 100 ജനകീയ സദസ്സുകൾ UDF ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ചെങ്ങന്നൂരിൽ നടന്നത്. ഇന്ന് KPCC പ്രസിഡന്റ് KPCCയുടെ സമരപരിപാടികൾ പ്രഖ്യാപിക്കും. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആബാലവൃദ്ധം ജനങ്ങളും ഈ സമരത്തിൽ പങ്കാളികളായി. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ജനകീയ സമരത്തിൻ്റെ തിരശീലയാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ സമര ചരിത്രത്തിലെ ഐതിഹാസിക സംഭവമായി മാറാൻ പോകുന്ന സമരമാണിത്. നന്ദിഗ്രാമിൽ CPMന് സംഭവിച്ചത് തന്നെ ഈ ധാർഷ്ട്യവും വാശിയുമായിട്ട് മുഖ്യമന്ത്രി പോയാൽ കേരളത്തിലെ CPMനും അത് സംഭവിക്കും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരയിൽ ഇട്ടിരിക്കുന്ന കല്ലുകൾ പിഴുതാൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് എതിരായിട്ടുള്ള കേസുകൾ എടുത്ത് ജയിലിലടയ്ക്കും, ആ പണം അടച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുകയുള്ളെന്നാണ്. അതിൽ ഞങ്ങൾ പാവങ്ങളെ ജയിലിലേക്ക് അയക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ തന്നെ പോയി ഈ കല്ലുകൾ പിഴുതെറിയുകയും ഞങ്ങൾ ജയിലിൽ പോവുകയും ചെയ്യും. ഇതുവരെ ജനങ്ങളാണ് സമരം ചെയ്തത്. അതിൻ്റെ പിന്തുണ കൊടുക്കുകയും അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ പാവപ്പെട്ടവരെ ജയിലിലയക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രഖ്യാപിച്ചാൽ, അവരെ പുറകിലേക്ക് മാറ്റി നിർത്തി ഞങ്ങൾ മുന്നിലേക്ക് വന്ന് ഞങ്ങൾ കല്ലുകൾ പിഴുതെറിയുകയും ഞങ്ങൾ ഈ പറയുന്ന കേസിൽ പ്രതികളായി കേരളത്തിലെ UDF പ്രവർത്തകർ ജയിലിലേക്ക് പോവുകയും ചെയ്യും, നേതാക്കന്മാരുൾപ്പെടെ. അല്ല, കല്ലുകൾ ഇട്ടുകൊണ്ട് പോവുകയാണല്ലോ. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ക്ലാരിറ്റി വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഒരു കാര്യവും ചെയ്യാതെയാണ് ഈ പദ്ധതിയായിട്ട് പോകുന്നത്. ഇത് കേരളത്തെ ഒരു വിദേശ കടം വാങ്ങിച്ച് കേരളത്തെ പണയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പാരിസ്ഥിതികമായി കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു വിഷയമാണ്. ഇതിൻ്റെ പുറകിൽ വൻ അഴിമതിയുണ്ട്. ഈ 4 കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. സമരത്തിൽ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമരം അടിച്ചമർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയുടെ മുന്നിൽ ഞങ്ങൾ വഴങ്ങുന്ന പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറ്റി അതനുസരിച്ചുള്ള സമരം ചെയ്യും. അപ്പോൾ നേരത്തെ ഒരു ഘട്ടത്തിൽ കല്ലുകൾ പിഴുതെറിഞ്ഞ് സമരം ചെയ്യണം എന്ന് തീരുമാനമെടുത്തപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ജനങ്ങൾ അത് ഏറ്റെടുത്ത് എല്ലാ സ്ഥലത്തും കല്ലുകൾ പിഴുതെറിഞ്ഞ് സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതിനെ തടുത്തു നിർത്താനൊന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേരളത്തെ പണയപ്പെടുത്താനുള്ള പദ്ധതിയാണ്. സാധാരണക്കാരെ കേസിൽ കുടുക്കി ജയിലിലാക്കാൻ നോക്കിയാൽ നേതാക്കൾ തന്നെ സമരരംഗത്തിറങ്ങി നേതാക്കൾ തന്നെ ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത്.